ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആയിട്ടുള്ള രണ്ടാമത്തെ കേക്കിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ശേഷം ഇപ്പോൾ രണ്ടാമത്തെ ഡെക്കറേഷനാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഹെർട്ട് ഷേപ്പിലുള്ള കേക്കാണ് വന്നിട്ടുള്ളത്. 7 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഫോട്ടോ പ്രിൻ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ലേസർ പ്രിൻ്റാണ്, സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യിക്കുന്ന പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എഡിബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിബിൾ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഫോട്ടോ പ്രിൻറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വർക്കൊക്കെ വന്നിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഡിബിളായിട്ടുള്ള ഷീറ്റ് ചെയ്യിക്കാം. അപ്പോൾ ഞാനിത് 6 ഇഞ്ചിൽ ചെയ്തിട്ടുള്ള ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിപ്പോൾ വലിയ ഷീറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്യിച്ചാൽ മതി. അപ്പോൾ ഇത് വെച്ച് കൊടുത്തു, സെൻട്രലായിട്ട് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഇതിന് ബോർഡറായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ തന്നെ ബോർഡറായിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് നോസിലൊന്നും ഇല്ലാതെ ഓപ്പണായിട്ട് തന്നെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കൊരു ഷീറ്റ് കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എഡിബിൾ ആണെന്നുണ്ടെങ്കിൽ എഡിബിൾ അത്ര വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഇത് എഡിബിൾ അല്ലാത്ത ഷീറ്റാണ് വെച്ചിട്ടുള്ളതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നേരെ തിരിച്ച് വെച്ച് കൊടുക്കണമെങ്കിൽ വെച്ച് കൊടുക്കാം, എഡിബിൾ ആയിട്ടുള്ള തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഷീറ്റ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഞാനിപ്പോൾ ഇതൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് വേഫർ ഷീറ്റാണ് കേട്ടോ. എഡിബിൾ ആയിട്ടുള്ള വേഫർ ഷീറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വേഫർ ഷീറ്റ് പ്ലെയിൻ ആയിട്ടുള്ളത് കിട്ടും. അതിൽ നമുക്ക് ആവശ്യമുള്ള പ്രിൻ്റ് എന്താണോ ഉള്ളത് അത് അവരെ കൊണ്ട് ചെയ്യിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പ്ലെയിൻ ഷീറ്റിൽ ഈ ഒരു കലണ്ടറാണ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ചെയ്യിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ വേഫർ ഷീറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കേക്കിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് ഇതിൽ പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൽ തന്നെ ആണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ 7 ഇഞ്ചിൽ ചെയ്യരുത്. എത്രയാണോ കേക്കിൻ്റെ സൈസ് ഉള്ളത് അതിനേക്കാളും ചെറിയ പ്രിൻ്റാണ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ. കറക്റ്റ് സൈസ് തന്നെ വേണ്ട, കാരണം ഇതിങ്ങനെ ബോർഡർ കൊടുക്കാനൊന്നുള്ള സ്പേസ് നമുക്ക് ഉണ്ടാവില്ല. പിന്നെ കലണ്ടറൊക്കെ ആകുമ്പോൾ മാക്സിമം 7 ഇഞ്ചിൽ ചെയ്തിട്ട് തന്നെ ഉള്ളിൽ തന്നെ മാക്സിമം നമ്മൾ ഇതിൻ്റെ മാറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഭാഗം കലണ്ടറിൻ്റെ ഡേയ്സൊക്കെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇതെല്ലാം നമ്മളിപ്പോൾ വീഡിയോൻ്റെതായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. വർക്കെല്ലാം ഓർഡർ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാനൊന്നും കഴിയില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകളും എല്ലാം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യണ സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം പറയാൻ കാരണം ഇപ്പോൾ ട്രെൻഡായിട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിലെല്ലാം ഈ ഒരു ഡെക്കറേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഷീറ്റ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ബോർഡർ കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് റെഡ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ റെഡ് കളറിൽ കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ കൊടുക്കുക കേട്ടോ. അതിന് ഒരു ഏകദേശം മാച്ചാവുന്ന രീതിയിലുള്ള കളറിൽ ഒരു ബോർഡർ കൊടുക്കുക. അപ്പോൾ ഇതിന് വന്നിട്ടുള്ളത് സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാജിക് കളേഴ്സിലുള്ള റെഡ് കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോർഡർ സെയിം തന്നെ താഴെ ഭാഗത്തായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കേക്കിൻ്റെ ഫൈനലായിട്ട് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് കാണാൻ ഇതുപോലെയാണ് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ഇതിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കേക്കിനെ ഫയർ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കത്തിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റീൽസിലെല്ലാം കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ മെഴുകുതിരി വെച്ചിട്ടാണ് ഇത് കത്തിക്കണത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ വെച്ച് ചെയ്യുമ്പോൾ ക്യാൻഡിൽ നിന്ന് മെൽറ്റായിട്ട് താഴെ ഇറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ട് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് പെട്ടെന്നൊന്നും കത്തി തീരൂല കേട്ടോ, സാവകാശം കത്തി തീരുള്ളൂ. അപ്പോൾ നമ്മൾ റീൽസ് എല്ലാം ചെയ്യണ സമയത്ത് ഇതിൻ്റെ വീഡിയോ സ്പീഡ് കൂട്ടി കൊടുക്കുക, എന്നിട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് കത്തി തരാൻ വല്ല ഫാനിൻ്റെ അടുത്തൊക്കെ ആയിട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ കത്തി വരും. ഇതിങ്ങനെ കുറേശ്ശെ കത്തുന്നത് കൊണ്ട് തന്നെ താഴെ ഭാഗത്തുള്ള ഫോട്ടോൻ്റെ കളറ് ചേഞ്ചായി വരുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കളറിൽ ഒരു ആ ഒരു തീയിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എഡിബിൾ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇതുപോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ എന്താണ് പറയുക, ഇത് സാവകാശം കത്തിപ്പോകണതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിയിലുള്ള ക്രീം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ തീയിൻ്റെ ചൂട് തട്ടിയിട്ട് ക്രീം ചെറുതായിട്ട് മെൽറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോൾ
കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയുക സെറ്റായ കേക്കിലായിട്ട് ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓവർ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമ്മൾ പെട്ടെന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ ഇത് കത്തി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സാവകാശം കത്തി വരണുള്ളൂ. ഞാനത് വീഡിയോ സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല. ഇതിൻ്റെ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടുള്ള റീല് നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലുണ്ടായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിലെല്ലാം സ്റ്റോറിയും സ്റ്റാറ്റസ് എല്ലാം വെക്കുന്ന സമയത്ത് നമുക്കിതിൽ ഓർഡർ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഇതൊരു ഫസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ബോർഡറിൻ്റെ അവിടെ എത്തിയപ്പോൾ കത്തണത് നിന്നിട്ടുണ്ട്. അപ്പോൾ ബോർഡർ കൊടുക്കുമ്പോൾ കറക്റ്റ് നമ്മൾ 2 ബോർഡറും ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിരിക്കും. അപ്പോൾ അത് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷീറ്റ് ഒരേ സൈസിലുള്ള ഷീറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ വാലന്റൈൻസ് ഡേൻ്റെ മാറ്റർ എഴുതിയിട്ടുള്ള ഷീറ്റ് കുറച്ചുകൂടി വലുത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഊതി കൊടുക്കുന്നതുകൊണ്ടാണ് കുറച്ചുകൂടി സ്പീഡിലായിട്ട് കത്തിപ്പോണത്. അപ്പോൾ അങ്ങനെ ഫാനിൻ്റെ ചോട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി സ്പീഡിൽ കത്തി വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് വേഫർ ഷീറ്റ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സ്ലോലായിട്ട് കത്തിപ്പോണത്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം എല്ലാം ഇപ്പോൾ ക്രീം മെൽറ്റായിട്ടുണ്ട്. ചൂട് തട്ടിയിട്ട് സൈഡിലെല്ലാം ഒന്ന് ക്രീം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എന്നാലും ഇതാ കണ്ടോ, ഈ റെഡ് കളറൊക്കെ മെൽറ്റായിട്ടുണ്ട്. എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കേക്കാണ് ഇപ്പോൾ ഈ ഒരു വേഫർ ഷീറ്റ് ഫ്രയർ കേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റിയതാണ്. ഈ വാലന്റൈൻസ് ഡേക്ക് ഈ ഒരു മോഡൽ ചെയ്യും എന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷൻ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.